കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത് പൂതാടി അതുപോലെ മീനങ്ങാടി പഞ്ചായത്തിലേക്ക് ചില ഭാഗങ്ങളിലാണ്. കോളേരി ഉള്ള ഒരു നേന്ത്രവാഴ തോട്ടത്തിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. പയ്യമ്പള്ളി പൗലോസ് എന്ന കർഷകൻ്റെയാണ്. ഏതാണ്ട് 1500ഓളം കുലച്ച നേന്ത്രവാഴകളാണ് വീണു പോയിരിക്കുന്നത്. സമാനമായ സ്ഥിതി ഈ പ്രദേശത്തൊക്കെയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വാഴ പോയ ഒരു തോട്ടത്തിലേക്ക് വന്നു എന്നതേ ഉള്ളൂ. വാഴ മാത്രമല്ല മറ്റ് കൃഷികളെയും ഒക്കെ ഈ ഒരു ഭാഗത്തൊരു പ്രത്യേക ഭാഗത്തുകൂടി വീശിയടിച്ച കാറ്റാണ് ഇത്രയും വലിയ നാശനഷ്ടമുണ്ടാക്കിയത്. ചില സ്ഥലത്തൊക്കെ വീടുകളുടെ മേൽക്കൂരയിലൊക്കെ മരങ്ങൾ വീണ് അത്തരം നാശനഷ്ടങ്ങളുമുണ്ട്. കർഷകനായ പയ്യമ്പള്ളി പൗലോസ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പൗലോസേട്ടാ, കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ച, അത്രയധികം നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി മുഴുവൻ കേടായിപ്പോയി. അത് കഴിഞ്ഞ് ഇത് ചെയ്യാനുള്ള പൈസ സത്യത്തിൽ എൻ്റെ അടുത്തില്ല. എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിരുന്നു. അവരോടൊക്കെ വായ്പ വാങ്ങിയും സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ബ്ലേഡിന് വരെ പലിശയ്ക്ക് വരെ പൈസ എടുത്തിട്ടാണ് കൃഷി ചെയ്തത്. ഇത് കിട്ടുന്ന ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതാണ്, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം, ഞാനിനി അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം കഷ്ടമായിപ്പോയി. കാരണം ഞാൻ നിങ്ങൾ ഒരു വാഴയ്ക്ക് എനിക്ക് തോന്നുന്നു 60 രൂപ വരെ ചിലവ് കൊടുത്തിട്ടാണ് ഒരു വാഴയ്ക്ക് മുട്ട് കൊടുത്തത്. അത്രയും ചെയ്തിട്ടാണ് അവസാനത്തെ കാട് വെട്ട് ഞാൻ ഒരു ജനത്തിന് കൊടുക്കുക. ഒരു ജനം പഴുപ്പിച്ച് കഴിക്കേണ്ട ഒരു സാധനമായതുകൊണ്ട് മരുന്നടിക്കാണ്ട് മിഷ്യം വെച്ച് വരെ കാട് വെട്ടി അങ്ങനെ കൊണ്ടുപോയ സാധനമാണിത്. അപ്പോൾ ഒരു നഷ്ടപരിഹാരമോ ഇൻഷുറൻസോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ? ഞാൻ സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് കൊടുത്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും പ്രതീക്ഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. സർക്കാരിനെ സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന, ഒരു അപേക്ഷയാണ്. കാരണം ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മുന്നിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വേറൊരു മാർഗ്ഗമാണ്. ആ മാർഗം നിങ്ങൾക്കറിയാമല്ലോ. ആ മാർഗ്ഗം അല്ലാണ്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് പൗലോസേട്ടൻ. അദ്ദേഹത്തിനാണ് ഇത്രയധികം കൃഷി നഷ്ടമുണ്ടായിരിക്കുന്നത്. കർഷകരെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിന് സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇത് പൗലോസേട്ടൻ്റെ മാത്രം കാര്യമല്ല, ഈ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ നിരവധി കർഷകർക്കാണ് ഇതുപോലെ വലിയ രീതിയിൽ കൃഷിനാശമുണ്ടായിരിക്കുന്നത്.